ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എത്ര പഴകിയ കഫക്കെട്ട് ഉണ്ടെങ്കിലും അത് വേരോടെ ഇളക്കി മാറ്റുന്ന ഒരു ഒറ്റമൂലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതേ ഈ ഒരു പനിയാണത്. അപ്പോൾ ഇത് വെറും സിമ്പിളായിട്ട് 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഇവിടെ ആവശ്യമുള്ള സാധനമാണ് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നാരങ്ങ മുഴുവനായിട്ട് വേണം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ലാസ്റ്റ് തിളച്ച് നമ്മൾ സെറ്റായി വരുമ്പോൾ 1 ഗ്ലാസ്സായി മാറും. അപ്പോൾ ഈ 1 ഗ്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒരു 6-7 ഇല്ലി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 6-7 ഇല്ലി എടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു നാരങ്ങ. നമുക്ക് ഇതൊക്കെ ഇനി കഷ്ണങ്ങളാക്കണം, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം. നമുക്കിതിങ്ങനെ പീസാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചതച്ചെടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്താൽ മതി. ഞാനിതിവിടെ എല്ലാം ഇവിടെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ച ചെറുനാരങ്ങയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ തിളച്ച് ഈ വെള്ളം 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായിട്ട് മാറണം. അതുവരെ തിളക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ നാരങ്ങയിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് നമ്മുടെ നാരങ്ങ ഒക്കെ ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളത് ചൂടാറിയതിന് ശേഷം നമ്മൾ കുടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നത്. കുറച്ച് ചൂടോടെ നമ്മളിത് കഴിക്കണം, നന്നായിട്ട് തണുത്താറണ്ട. അപ്പോൾ ഇത് ചെറിയവർക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ബെസ്റ്റാണിത് കഫക്കെട്ട് മാറാനായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒറ്റമൂലി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.